ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഏകാഗിയായിരിക്കുകയാണ്. അങ്ങോട്ട് നാട് കടത്തിയിരിക്കുകയാണ്. അന്നത്തെ ഡയോക്ലീഷ്യൻ ചക്രവർത്തി അപ്പോസ്തലനായ യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തി. അവിടെ ആത്മാവിൻ്റെ വിവശതയിലിരിക്കുകയായിരുന്നു. ഏകാഗിയായിരുന്നെങ്കിലും ആത്മാവിൻ്റെ വിവശത ലഭിച്ചു, ആത്മാവിൻ്റെ നിറവ് ലഭിച്ചു. ആത്മാവിൻ്റെ വിവശത എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ നിറവ് തന്നെ. നിറവിൻ്റെ അനുഭവത്തിൽ, സമൃദ്ധിയായ ആത്മാവിൻ്റെ അനുഭവത്തിൽ അങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ മധുരിമ ഓർമ്മയിൽ ചകഞ്ഞെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഴയ കാലങ്ങളുണ്ടായ സംഭവങ്ങളൊക്കെയും മനസ്സിൽ കൂടി പോകുന്നുണ്ട്. കർത്താവിൻ്റെ കൂടെ നടന്ന കാലങ്ങൾ, കർത്താവിൻ്റെ കൂടെ പടകിൽ കയറി സഞ്ചരിച്ച കാലങ്ങൾ, കർത്താവിൻ്റെ കൂടെ അന്തി ഉറങ്ങിയ കാലങ്ങൾ, കർത്താവിനോട് ഗസമലിൽ പോയി പ്രാർത്ഥിച്ച സമയങ്ങൾ, കർത്താവിൻ്റെ കൂടെ അങ്ങ് താബോറിലേക്ക് പോയി അവിടെ കർത്താവിൻ്റെ തേജോരൂപം കണ്ട് ആനന്ദ വ്യവസനായി ഇരുന്ന കാലങ്ങൾ എല്ലാം ഓർമ്മയിൽ ഇങ്ങനെ കുതിച്ച് നിറഞ്ഞു വരികയാണ്. അപ്പോൾ പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്. നാം അതിന് മുൻപുള്ള ഭാഗത്ത് വായിക്കുമ്പോൾ കാണും, ഒരു ശബ്ദം കേട്ടു, വലിയൊരു ശബ്ദം കേട്ടു. വായിക്കാം, 11-ാം വാക്യം വായിക്കാം. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എഫേസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. കാഹളത്തിനൊത്തൊരു മഹാനാദം പിറകിൽ കേട്ടു. ആൾ കണ്ടില്ല, ശബ്ദം കേട്ടേ ഉള്ളൂ, കണ്ടില്ല. ഇന്നും നാം അനുഭവിക്കുന്ന ആത്മീയമായ ശോഭയുടെയും പ്രകാശത്തിൻ്റെയും ആ സന്തോഷം നമുക്ക് ആദ്യം കേൾവിയിലൂടെയാണ് ലഭിക്കുന്നത്. വചനം കേൾക്കുന്നു, ശബ്ദം കേൾക്കുന്നു. കാഹളത്തിനൊത്ത മഹാനാദം പിറകിൽ കേട്ടു. ആദ്യം കേൾവി, വചനം കേട്ടു. പിന്നെ എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. ശബ്ദം കേട്ടപ്പോൾ അപ്പോസ്തലൻ തിരിഞ്ഞു. നാദം കേട്ടപ്പോൾ മുഖം തിരിച്ചു. എന്താണ്, ആരാണ് ഈ ശബ്ദിക്കുന്നത്? ഈ മഹാനാദം എന്താണ്? തിരിഞ്ഞു. ശബ്ദം കേട്ടു, തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. സ്തോത്രം. 7 പൊൻ നിലവിളക്കുകളെ കണ്ടു. നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. യേശുക്രിസ്തുവിനെ കണ്ടു. യേശുക്രിസ്തു പലപ്പോഴും തന്നെപ്പറ്റി തന്നെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യപുത്രൻ എന്നാണ്. മനുഷ്യപുത്രനായ യേശുവിനെ കണ്ടു. തേജോമയനായ കർത്താവായ യേശുവിനെ കണ്ടു. ശബ്ദം കേട്ടപ്പോൾ തിരിഞ്ഞു, തിരിഞ്ഞപ്പോൾ കണ്ടു, യേശുവിനെ കണ്ടു. അടുത്ത വാക്യം. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ട് പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെയും ആയിരുന്നു. അവൻ്റെ ആ രൂപം തന്നെ അത്യന്തം തേജസ്സുള്ളത്. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെ, അരവാരം പോലുള്ളതായ ശബ്ദം. ഒരാളാണ്, ഒരു വ്യക്തിയാണ്, പക്ഷേ ആ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലത്തെ ശബ്ദമാണ്. ഒരു മഹാനാദം. അത്ഭുതത്തോടെ, അത്ഭുത വിവശതയോടെ അപ്പോസ്തലൻ നോക്കി കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവനെ കണ്ടു. വീണ്ടും അടുത്ത വാക്യം, 16-ാം വാക്യം. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്, അതും കണ്ടു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. വായിൽ നിന്ന് ഇരുവായ്ത്തലുള്ള വാൾ പുറപ്പെടുന്നു. മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വാൾ പുറപ്പെടുന്നു.
അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. വലിയ തേജോമയനായി നിൽക്കുകയാണ്. സൂര്യൻ ശക്തിയോടെ പ്രകാശിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലത്തെ ഉജ്ജ്വലത്തായ പ്രകാശമായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. ഒന്ന് തിരുശബ്ദം കേട്ടു, കേട്ടപ്പോൾ തിരിഞ്ഞപ്പോൾ കണ്ടപ്പോൾ വീണു. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ജീവിതത്തിൻ്റെ ഓരോ പടികളായി കാണുന്നത്. നാം വചനം കേൾക്കുന്നു, നാം ദൈവത്തിൻ്റെ വചനമാണ് കേൾക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ് നാം കേൾക്കുന്നത്. ഈ വചനം, ദ റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം, ഈ തിരുവെഴുത്ത് എല്ലാം ദൈവശ്വാസീയമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നതാണ് ഈ വചനമെല്ലാം. മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം ഉണ്ടായതല്ല, മനുഷ്യൻ്റെ ഭാവനയിൽ ഉദിച്ചതുമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നതാണ് ഈ വിശുദ്ധ വേദപുസ്തകം. ഇതിലെ വള്ളിയും പുള്ളിയും മാറുകയില്ല. നമുക്ക് മനസ്സിലായില്ല എന്ന് വരാം, പക്ഷേ വള്ളിയും പുള്ളിയും മാറ്റം ഉണ്ടാവുകയില്ല. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, പക്ഷേ എൻ്റെ വചനത്തിൻ്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാഞ്ഞു പോകുകയില്ല. ഒരിക്കലും മായാത്തതും മാറാത്തതുമായ വചനം, മാറ്റമില്ലാത്ത വചനം. ദൈവത്തിന് സ്തോത്രം. ഈ വചനം കേൾക്കുമ്പോൾ നാം തിരിയുന്നു. എത്രയോ പേരാണ് തിരിഞ്ഞിട്ടുള്ളത്, അത്ഭുതമല്ലേ? എത്രയോ പേർ വചനം കേട്ട് തിരിഞ്ഞു. അസ്വസ്ഥതയുള്ള കുടുംബങ്ങളിൽ സമാധാനം വന്നു. എത്രയോ പേര് മനോരോഗമുള്ളവർ മനോരോഗം മാറി നല്ല സുബോധമുള്ളവരായി ജീവിക്കുന്നു. എത്രയോ പേര് നിഷ്ഠൂര ഹൃദയമുള്ളവർ, ദുഷ്ടഹൃദയമുള്ളവർ, ക്രൂരഹൃദയമുള്ളവർ കുഞ്ഞാട് പോലെ ശാന്തന്മാരായി തീർന്നു. കോപിച്ച് അലറുന്നവർ, കോപം ജ്വലിച്ച് കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നവർ, ഒരുപക്ഷെ അപ്പനെ അല്ലെങ്കിൽ അമ്മയെ ഉപദ്രവിക്കുകയോ ശപിക്കുകയോ ചെയ്യുന്നവർ, മക്കളെ പ്രാകുന്നവർ, മക്കളെ ശപിക്കുന്നവർ, എന്തെല്ലാം, ഇങ്ങനെ എല്ലാം ഉള്ള മനുഷ്യർ എത്രയോ പേർക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞു. അതല്ലേ കാണുന്നത്? ഇതൊരു അത്ഭുതമല്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, വചനം കേൾക്കുമ്പോൾ തിരിഞ്ഞപ്പോൾ കാണുന്നു. ശബ്ദം കേട്ടു, തിരിഞ്ഞു, കണ്ടു. ക്രിസ്തുവിനെ കാണുന്നു. ക്രിസ്തുവിനെ നമുക്ക് കിട്ടുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ, ഈ വചനം നിങ്ങൾ വിശ്വാസത്തോടെ കേട്ടുകൊണ്ടിരിക്കുമെങ്കിൽ നിങ്ങളുടെ അരികത്ത് വരുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് ആത്മക്കണ്ണ് തുറന്ന് കാണാൻ സാധിക്കും. ഒരു രൂപം കാണുമെന്നല്ല ഞാൻ പറഞ്ഞത്, രൂപം കാണുകയല്ല, ഒരനുഭൂതിയുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, അങ്ങനെ ഒരു അനുഭവമുണ്ട്. യേശുക്രിസ്തു നമ്മുടെ അരികത്ത് വന്നു എന്നുള്ള വ്യക്തമായ അനുഭവം നമുക്ക് ലഭിക്കത്തക്കവണ്ണം, നേരിട്ട് കാണുന്നതും തോന്നത്തക്കവണ്ണമുള്ളതായ അനുഭൂതികൾ നമുക്ക് ലഭിക്കും. അതൊരു പ്രത്യേക ഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യമാണ്. ഇന്ന് നമുക്ക് കർത്താവിനെ നേരിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരു പടം കണ്ടാലും ആയില്ല, ഒരു രൂപം കണ്ടാലും ആയില്ല. പക്ഷേ സാക്ഷാൽ ക്രിസ്തു, പാവപ്പെട്ടൊരു മനുഷ്യൻ ഒരിടത്തിരുന്ന് നിലവിളിക്കുമ്പോൾ, വേദനിച്ച് കരയുമ്പോൾ, വലഞ്ഞ് വിഷമിച്ച് എൻ്റെ കർത്താവെ സഹായിക്കണമെന്ന് പറയുമ്പോൾ ഓടി അണയുന്ന ക്രിസ്തു അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും, അടുത്ത് നമുക്ക് അറിയാൻ സാധിക്കും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ദുരിതങ്ങൾ വരുന്നത് നല്ലതാണ്, പ്രശ്നങ്ങൾ വരുന്നത് നല്ലതാണ്. ക്രിസ്തുവിനെ അടുത്ത് കിട്ടും. കാരണം പിടിവിട്ട് നാം കരയുന്ന സമയമാണത്. എല്ലാ പിടിയും വിടും. ചില പ്രതിസന്ധികൾ വരുമ്പോൾ മറ്റ് ഭൗതികമായ പിടികളൊക്കെ വിട്ടുപോകും. എല്ലാ ആശ്രയവും തകരും. എങ്ങോട്ട് നോക്കും? ആരെ വിളിക്കും? ആരുമില്ല. അങ്ങനെയുള്ള ദുരിതങ്ങൾ വരുന്ന സമയങ്ങളിൽ, ആവശ്യങ്ങളുടെ ഭാരങ്ങളിൽപ്പെട്ട് ഉലയുന്ന സമയങ്ങളിൽ, മുന്നോട്ടൊരു ഗതി കിട്ടാതെ അഴലുന്ന സമയങ്ങളിൽ, അപ്പോൾ നിങ്ങൾ എല്ലാം വിട്ട് വിളിച്ചു പോകും, എൻ്റെ കർത്താവെ സഹായിക്കണമേ, എൻ്റെ യേശുവെ നീ ഓടി വരണമേ. അങ്ങനെയുള്ള ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ചില വിഷമ സമയങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്നു, നാം നിലവിളിക്കുന്നു. അപ്പോൾ യേശു അടുത്ത് വരുന്നു, നാം അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ കഷ്ടതകൾ വരുന്നത് നല്ലതാണ്, ചില പ്രതിസന്ധികൾ വരുന്നത് നല്ലതാണ്. നാം എല്ലാ പിടിയും വിട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സമയങ്ങളാണ്. എല്ലാ ആശ്രയവും വിട്ടാണ് വിളിക്കുന്നത്. വേറൊരു പോംവഴിയില്ല, വേറൊരു സ്ഥലത്ത് നിന്ന് ആശ്രയിക്കാൻ സ്ഥലമില്ല, വേറൊരു വഴിയുമില്ല. കർത്താവ് സഹായിച്ചേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ഒരു ഗതിയുമില്ല. അങ്ങനെ വലയുന്ന സമയങ്ങളിൽ, ദൃഷ്ടിമുട്ടി അഴലുന്ന സമയങ്ങളിൽ നാം ഗതികെട്ട് വിളിക്കുന്നു, കർത്താവ് ഓടി വരുന്നു. അവിടെ ആത്മാർത്ഥമായി വിളിക്കുകയാണ്, വാസ്തവമായി വിളിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും
സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. സത്യമായി വിളിച്ചപേക്ഷിക്കും. പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ, രോഗത്തിൻ്റെ വേദനകൾ വരുമ്പോൾ, മരണം അടുത്ത് വന്നു എന്ന് തോന്നുന്ന സമയങ്ങളിൽ, ഇനി വേറെ ഗതിയില്ല എന്ന് തോന്നുന്ന സമയങ്ങളിൽ, ഇനി ആശയ്ക്ക് വകയില്ല എന്ന് തോന്നുന്ന സമയങ്ങളിൽ, പ്രതീക്ഷയെല്ലാം മങ്ങിപ്പോയി, പ്രതീക്ഷയെല്ലാം തകർന്നുപോയി എന്ന് തോന്നുന്ന സമയങ്ങളിൽ, അപ്പോൾ ഗതികെട്ട് വിളിക്കുകയാണ്. അപ്പോൾ കർത്താവ് അടുത്ത് വരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭക്തന്മാർ പറഞ്ഞിട്ടുള്ളത്, പ്രയാസങ്ങൾ നന്നായി, പ്രയാസങ്ങൾ നല്ലതാണ്, ദുരിതങ്ങൾ നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. മാർട്ടിൻ ലൂതറിൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു. മാർട്ടിൻ ലൂതറിൻ്റെ ശിഷ്യൻ, മാർട്ടിൻ ലൂതർ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ആത്മീയ ഉണർവിൻ്റെ മുൻപന്തിയിൽ നിന്നൊരു നേതാവാണ്. ഉണർവ് പ്രസ്ഥാനം തുടങ്ങിയത് തന്നെ മാർട്ടിൻ ലൂതറാണ്. മാർട്ടിൻ ലൂതറിൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു. അന്നത്തെ ജോർജ് ആറാമൻ ചക്രവർത്തി ഈ ചെറുപ്പക്കാരനെ വേട്ടയാടി. അവനെ പിടികൂടി കൊല്ലാനായിട്ടാണ്. കൊല്ലും, ഉറപ്പാണ്. കാരണം സുവിശേഷം, ആത്മീയ ഉണർവ്, സുവിശേഷം എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ഭരണാധികാരികൾക്ക് അത് വെറുപ്പായിരുന്നു. അന്നത്തെ ജോർജ് ആറാമൻ ചക്രവർത്തി പിടികൂടി ജയിലിലിട്ടു. എന്നിട്ട് ഉടനെ കൊന്നില്ല. ശരീരത്തേക്ക് ഒരു വിഷം കുത്തിവെച്ചു. വളരെ ചെറിയ ഡോസ് വിഷം, ആർസനിക് എന്ന് പറയുന്നൊരു വിഷം ശരീരത്തിലേക്ക് കുത്തിവെച്ചു. ചെറിയ ഡോസ്. ശരീരത്തിൻ്റെ ശക്തി കുറഞ്ഞു വന്നു. പ്രത്യേകമായി രോഗമെന്ന് പറയാനില്ല, പക്ഷേ ബുദ്ധി വന്നിച്ച് വന്നു. ശക്തി ക്ഷയിച്ച് വന്നു. ശരീരം കൂടുതൽ ചീർത്തു തുടങ്ങി. ഒരു ദുർമേധസ് ചീർത്തു വരികയാണ്. അങ്ങനെ നാളുകൾ നരകിച്ച് വേദനിച്ച് മരിച്ചുപോയി. പക്ഷേ ഒരു ഗുണമുണ്ടായി. ഇങ്ങനെയെല്ലാം ഈ കടുത്ത ദുരിതം ഏറ്റുകൊണ്ടിരുന്നപ്പോഴും അദ്ദേഹം കർത്താവിനെ വിളിച്ചുകൊണ്ടിരുന്നു, യേശുക്രിസ്തുവിനെ വിളിച്ചുകൊണ്ടിരുന്നു. യേശുക്രിസ്തുള്ളതായ ആശ്രയം വിട്ടില്ല. യേശുക്രിസ്തുവിനെ നിരന്തരം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഭാഗ്യം. അതുകൊണ്ട് ദൈവസാന്നിധ്യം കിട്ടിക്കൊണ്ടിരുന്നു. ആത്മാവിൽ ഒരു കേട് സംഭവിച്ചില്ല. ജീവിക്കുന്ന രക്തസാക്ഷികൾ എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ജീവിക്കുന്ന രക്തസാക്ഷികൾ, ടോർച്ചേർഡ് ഫോർ ക്രൈസ്റ്റ്, ജീവിക്കുന്ന രക്തസാക്ഷികൾ. ആ പുസ്തകത്തിൽ റിച്ചാർഡ് ഉംബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ഭക്തനായ മിഷണറിയെക്കുറിച്ച് പറയും. റൊമീനിയയിലെ കമ്മ്യൂണിസ്റ്റ് തടങ്കൽ പാളയത്തിൽ ജയിലറയിൽ അദ്ദേഹം കിടക്കുകയായിരുന്നു. ആ ജയിലറയ്ക്ക് ആകെ ഒരു വാതിലേ ഉള്ളൂ. ആ വാതിൽ സാധാരണ തുറക്കാറില്ല. 3 ദിവസമൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ ജോലിക്കാരൻ തുറന്നിട്ട് ഒരു കഷ്ണം റൊട്ടിയും ഒരു മഗ്ഗിൽ ഒരല്പം വെള്ളം എടുത്ത് വെച്ച് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. 3 ദിവസത്തിലൊരിക്കൽ ഒരു കഷ്ണം റൊട്ടി, അതാണ് ഭക്ഷണം. ഇത് ആ മുറിയുടെ മറ്റു ചുമരുകളിലെല്ലാം ചെറിയ ദ്വാരങ്ങളുണ്ട്. ആ ദ്വാരങ്ങൾക്കൂടിയെല്ലാം എലി കടന്നു വരും. ഇദ്ദേഹം ഇരിക്കുകയോ കിടക്കുകയോ ഉറങ്ങുകയോ ഉണർന്നിക്കുകയോ ഒക്കെ ചെയ്താൽ എലി വന്ന് കടിക്കും, ശരീരം കടിക്കും. ശരീരം കടിച്ച് അവിടെ ഇങ്ങനെ മുറിവുകളുണ്ടാകും. എലി ഈ മനുഷ്യൻ്റെ ശരീരം എലി കരളുകയാണ്. വേദനിച്ച് പിടയും. പക്ഷേ എലി ഒന്നരല്ല, അനേക എലികളൊന്നും ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. 13 കൊല്ലം റൊമേനിയയിലെ ജയിലിൽ റിച്ചാർഡ് ഉംബ്രാൻഡ് കിടന്നു. എന്തിനു വേണ്ടിയാ? യേശുക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചുള്ള ഒരൊറ്റ കാരണം കൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ വചനം പറഞ്ഞു ഒരൊറ്റ കാരണം കൊണ്ട്. പിന്നീട് അദ്ദേഹം ജയിൽ മോചിതനായി അദ്ദേഹം പുറത്ത് വന്നതിന് ശേഷം ഈ എലി കടിച്ച പാടുകളിലെ ശരീരത്തിൽ ആസകളുണ്ട്. അദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ വന്നു, തിരുവനന്തപുരത്ത് വന്നു. അദ്ദേഹം പലരെയും അദ്ദേഹത്തെ കാണാനിടയായി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള പാടുകൾ അദ്ദേഹം കാണിച്ചു കൊടുക്കുമായിരുന്നു. എലി കടിച്ച പാടുകളെന്ന് പറഞ്ഞു. ഇങ്ങനെ കറുത്ത പാടുകൾ, ശരീരം ആസകലം, വെളുത്ത മനുഷ്യൻ്റെ ശരീരത്തിലെ ആസകലം കറുത്ത പാടുകൾ ഇങ്ങനെ നിറഞ്ഞ് ഉപദ്രവമേറ്റ്. എന്തിന്? കർത്താവിനെ പ്രതി. അദ്ദേഹം പറയുകയാണ്, അന്ന് എനിക്ക് ഒരു വേദപുസ്തകം വായിക്കാൻ തരുമായിരുന്നില്ല. പക്ഷേ ഞാൻ പഠിച്ച വേദവാക്യങ്ങൾ ഞാൻ കാണാതെ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കണം, എത്രയെത്ര രക്തസാക്ഷികളുടെ ആ ത്യാഗോജ്വലമായ ജീവിതം കൊണ്ടാണ് ക്രിസ്തീയ സമൂഹം വളർന്നു വന്നിട്ടുള്ളത്, ക്രിസ്തീയ വിശ്വാസം കെട്ടുപോകാതെ നിലനിന്നിട്ടുള്ളത്. നാം ആരും ഒന്നും സഹിച്ചിട്ടില്ല. നാം ആരും ത്യാഗം സഹിച്ചിട്ടില്ല. ത്യാഗം സഹിക്കേണ്ടതായി വന്നിട്ടില്ല.
ഒരു പരീക്ഷണഘട്ടം വരുമ്പോഴേ നമ്മുടെ തനിനിറം വരികയുള്ളൂ. പരീക്ഷണഘട്ടം വരുമ്പോൾ അപ്പോഴാണ് നാം എത്രത്തോളം നിൽക്കുമെന്ന് അറിയുന്നത്. യേശുക്രിസ്തുവിനെ അടുത്തറിയാൻ കിട്ടുന്നത് പ്രതിസന്ധികളുടെ മധ്യത്തിലാണ്, ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും മധ്യത്തിലാണ്. പ്രയാസങ്ങൾ വരുമ്പോഴാണ് യേശുവിനെ അടുത്തറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലുമല്ല ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, താങ്ങാൻ വയ്യാത്ത ചുമടുകളെടുത്ത് വലയുന്ന ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ദുരിതപൂരിതമായ ജീവിതത്തിൻ്റെ യാതനകളേറ്റ് പിടയുന്നൊരു വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന യാതനകൾ താൽക്കാലികം മാത്രമാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. വലിയൊരു തേജസ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാന് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം കിട്ടി. യേശുക്രിസ്തുവിന് സാന്നിധ്യം കിട്ടി, യേശുവിനെ നേരിട്ട് കണ്ടു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല ആ യേശുക്രിസ്തുവിനെ പിന്നെ വർണ്ണിക്കുമ്പോൾ അപ്പോസ്തലൻ വാചാലനാകുകയാണ്. അങ്ങനെ വർണ്ണിച്ചിട്ട് മതിയാകുന്നില്ല. കർത്താവിൻ്റെ തേജസ്സിനെ വർണ്ണിച്ചിട്ട് മതിയാകുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആത്മാവിൻ്റെ ലഹരിയിൽ, ആത്മാവിൻ്റെ ആനന്ദത്തിൽ ലയിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ കർത്താവേ എന്ന് വിളിച്ചു പോകും, എൻ്റെ പൊന്നേശുവേ എന്ന് വിളിച്ചു പോകും. എന്താ ഈ പൊന്നെന്ന് പറഞ്ഞത് പൊന്നാണോ? ആളുകൾക്ക് തോന്നും. എൻ്റെ പൊന്നേശുവേ എന്ന് വിളിച്ചു പോകും, എൻ്റെ ജീവനേ എന്ന് വിളിച്ച്, എൻ്റെ ജീവനെ എന്ന് വിളിച്ചു പോകും, എൻ്റെ കരുണയുള്ള കർത്താവേ എന്ന് വിളിച്ചു പോകും, എൻ്റെ സ്നേഹത്തിൻ്റെ ഉറവിടമേ എന്ന് വിളിച്ചു പോകും. നാം എന്തെല്ലാമാണോ പിന്നെ യേശുവിനെ വിളിക്കുന്നത്, ആ സ്നേഹത്തെ വിളിച്ച്, ദൈവത്തെ സ്നേഹത്തോടെ വിളിച്ച് നാം ദൈവത്തെ ആരാധിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ആരാധനയുടെ സന്തോഷം അനുഭവിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് സ്തുതിക്കുന്ന സമയത്ത്, സ്തുതിയിൽ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന സമയത്ത് കർത്താവ് നമ്മുടെ അരികത്ത് വന്നിരിക്കുന്നുവെന്നും കർത്താവ് നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നുവെന്നും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊരു ആശ്വാസത്തോടെ നിങ്ങൾ എഴുന്നേറ്റിട്ടുണ്ടോ? ഒട്ടേറെ തെറ്റിദ്ധാരണകളിൽ നിങ്ങൾ പെട്ട് നട്ടം തിരിയുമ്പോൾ യേശുക്രിസ്തു നിങ്ങളുടെ അരികത്തിരുന്ന് നിങ്ങളെ തലോടി നിങ്ങൾക്ക് ആശ്വാസം തരുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇടത്തും വലത്തും മുന്നും പിന്നും ഒരു ഗതിയുമില്ലാതെ, ഒരിടത്തേക്ക് മാറാൻ നിർവാഹമില്ലാതെ നിങ്ങൾ ആകെ വലഞ്ഞു പോകുന്ന സമയങ്ങളിൽ ക്രിസ്തുവിൻ്റെ അരികത്തുണ്ട് എന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, നിങ്ങളത് അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം. ആത്മീയമായ ജീവിതം എന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ ജീവിതമാണ്, അറിവിൻ്റെ ജീവിതമല്ല. കുറേ തത്വങ്ങൾ അറിഞ്ഞാൽ പോരാ, കുറേ പാഠങ്ങൾ പഠിച്ചാൽ പോരാ. അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, എല്ലാം പോവില്ലേ? ആര് നമ്മുടെ കൂടെ നിൽക്കും? എല്ലാം പോവില്ലേ? എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത്? സമ്പത്തുണ്ടായിരിക്കാം, സൗകര്യങ്ങളുണ്ടായിരിക്കാം, നല്ല വീടുകളുണ്ടായിരിക്കാം, ഒരുപക്ഷെ ഇപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടായിരിക്കാം. എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും മരണത്തിൻ്റെ സമയത്ത് ഇതെല്ലാം വിട്ടുപോവുകയല്ലേ? എല്ലാം വിട്ടുപോകുന്നു. ആരും കൂടെ പോരുന്നില്ല, ആരും സഹായിക്കാനില്ല. എല്ലാവരും നിശബ്ദരായി, ചേതനയറ്റവരായി, ദുഃഖിതരായി, വിഷാദ വിമുഖരായി നോക്കി നിൽക്കുന്ന സമയം. ദൈവത്തിന് സ്തോത്രം. ആർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നെടുവീർപ്പോടെ നിൽക്കും, കണ്ണീരോടെ നിൽക്കും, ഏങ്ങലടിച്ചുകൊണ്ട് നിൽക്കും, കണ്ണീര് തുടയ്ക്കാൻ നിർവാഹമില്ലാതെ നിൽക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങളൊരു കാര്യം ഓർക്കണം, യേശു കൂടെ നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. യേശു കൂടെ നിൽക്കണം. എൻ്റെ യേശുവേ, എൻ്റെ പ്രിയപ്പെട്ടവൻ കടന്നു പോകുന്നു, എൻ്റെ പ്രിയപ്പെട്ടവൾ കടന്നു പോകുന്നു, എൻ്റെ കർത്താവേ, എൻ്റെ അമ്മ കടന്നു പോകുന്നു, എൻ്റെ അപ്പൻ കടന്നു പോകുന്നു, എൻ്റെ ഭർത്താവ് കടന്നു പോകുന്നു. ഇങ്ങനെ ഓരോന്നോരോന്ന്, എൻ്റെ കർത്താവേ, ഞാനിതാ ഒറ്റയ്ക്കാവുന്നു, അതാ നീ എന്നെ കൈവിടല്ലേ, നീ എന്നോട് നിൽക്കണമേ. ഈ ഒരു ദൈവാശ്രയം നിങ്ങൾക്ക് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കുന്നത്. തേജോമയനായ യേശുവിനെ അപ്പോസ്തലൻ വർണ്ണിക്കുകയാണ്. അത് കഴിഞ്ഞ് നാം കാണുകയാണ് 17-ാം വാക്യം. ഒന്നുകൂടെ വായിക്കൂ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. മരിച്ചവനെ പോലെ വീണു, സാഷ്ടാംഗം പ്രണമിച്ചു, മരിച്ചവനെ പോലെ കാൽക്കൽ വീണു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ എൻ്റെ കാൽക്കൽ വീണു. താണു വീഴുകയാണ്, വീണ് അങ്ങ് അഭയപ്പെടുകയാണ്, കാൽക്കൽ വീഴുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഇവിടെ ആരോഗ്യമുള്ളവരോട് ഒരു കാക്ക് പറയാം. നിങ്ങൾ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മുട്ടിമേലിരുന്ന് പ്രാർത്ഥിക്കണം. തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, കാൽക്കൽ വീണു, നെടുമ്പാട് വീണു, സാഷ്ടാംഗം പ്രണമിച്ചു. അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. അടുത്ത വാക്യം. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. അവൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. വലങ്കൈ എൻ്റെ മേൽ വെച്ചു, അവൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാര്യങ്ങൾ നടന്നു. ശബ്ദം കേട്ടു,
കേട്ടപ്പോൾ തിരിഞ്ഞപ്പോൾ കണ്ടപ്പോൾ വീണു. ദൈവത്തിന് സ്തോത്രം. വീണ് കഴിഞ്ഞപ്പോൾ അവൻ്റെ വലം കൈ എൻ്റെ മേൽ വെച്ചു, അവൻ്റെ വലങ്കരം എൻ്റെ മേൽ വെച്ചു. അക്ഷരികമായി, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അക്ഷരികമായി അവൻ്റെ വലം കൈ വയ്ക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. യേശുക്രിസ്തുവിൻ്റെ വലം കൈ നിങ്ങളുടെ തലമേൽ വയ്ക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. യേശുക്രിസ്തുവിൻ്റെ വലം കൈ നിങ്ങളുടെ പുറം തലോടി തരുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം. മോളെ കരയണ്ട, മോനെ കരയണ്ട എന്ന് പറയുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. കുഞ്ഞെ നീ ഇനി വിഷമിക്കേണ്ട, കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. എല്ലാം കാണുന്നൊരു ദൈവം, എല്ലാം അറിയുന്നൊരു ദൈവം, നമ്മുടെ ഹൃദയവേദനകൾ കാണുന്നൊരു ദൈവം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്നൊരു ദൈവം, നാം ഒരിക്കലും വലഞ്ഞു പോകാൻ സമ്മതിക്കാത്തൊരു ദൈവം, ജീവനുള്ള ദൈവം. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു, പറഞ്ഞു ഭയപ്പെടേണ്ട. എത്രയോ ആശ്വാസകരമായ വാക്ക്, ഭയപ്പെടേണ്ട. ഞാൻ മുമ്പൊരവസരത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന 3 വാക്കുകൾ: 1 ഭയപ്പെടേണ്ട, 2 കരയേണ്ട, 3 നിങ്ങൾക്ക് സമാധാനം. ആവർത്തിച്ച് കാണാം വേദപുസ്തകത്തിൽ. ഈ വേദപുസ്തകത്തിൽ ആവർത്തിച്ച് കാണാം. 1 ഭയപ്പെടേണ്ട, 2 കരയേണ്ട, 3 നിങ്ങൾക്ക് സമാധാനം. ഇതല്ലേ നമുക്ക് വേണ്ടത്? നമ്മുടെ കരച്ചിൽ മാറണം, നമ്മുടെ ഭയം മാറണം, നമുക്ക് സമാധാനം വേണം. കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ നേരത്ത് കർത്താവ് പറഞ്ഞു, വിസ്താരരംഗത്തേക്ക് പോകുന്നതിന് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ഈ സമാധാനം അനുഭവിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് മനുഷ്യരെയും നോക്കാതെ, ആരെല്ലാം തെറ്റിദ്ധാരണാജനകമായി പലതും പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കാതെ, നിങ്ങൾ ആർത്തിയോടെ വീണ്ടും വചനം കേൾക്കാൻ വരുന്നത്. നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നുണ്ട്, അഥവാ കിട്ടുന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്, സമാധാനം കിട്ടുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ട്. അതൊരു ഭാഗ്യമാണ്. എത്രയോ പേർക്ക് ഈ വിശ്വാസം കിട്ടിയിട്ടില്ല, എത്രയോ പേർക്ക് ഈ സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദുരിതപൂരിതമായ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാൻ കഴിയുമെന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? എന്തൊരു അത്ഭുതകരമായ കാര്യമാണിത്. നമുക്ക് സമാധാനം കർത്താവ് തരുന്നു, സമാധാനം. എത്രയോ കുടുംബങ്ങളിൽ ആത്മഹത്യാ പ്രവണതയോടെ മനുഷ്യർ ജീവിക്കുന്നു. മരിച്ചാൽ മതി എന്ന് ഓർക്കുന്നു, മരിച്ചാൽ മതി, ഇനി ജീവിക്കണ്ട. ആർക്ക് വേണ്ടി ജീവിക്കണം? എന്തിനു വേണ്ടി ജീവിക്കണം? എന്നെ ആർക്ക് വേണം? പലരും ചിന്തിക്കുന്നത്, എന്നെ ആർക്ക് വേണം, ഞാൻ വേണമെന്ന് ആർക്കാ നിർബന്ധം? ഞാനങ്ങ് മരിച്ചേക്കാം. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഒഴിവായി പിന്നെ ആർക്കും വിഷമമില്ലല്ലോ, എന്നെക്കൊണ്ട് വിഷമം ഉണ്ടാവില്ലല്ലോ. ഓരോ ആത്മഹത്യയുടെയും പിന്നിൽ നിരാശ മാത്രമല്ല, വലിയ വൈരാഗ്യമുണ്ട് അതിൻ്റെ പിന്നിൽ. ആരോടുള്ളൊരു വൈരാഗ്യം തീർക്കലാണ് ആത്മഹത്യ, ആരോടുള്ളൊരു പക തീർക്കലാണ് ആത്മഹത്യ. അനേകരെ ആത്മഹത്യയിലേക്ക് അങ്ങ് അടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഭാഗ്യം, ഇതുവരെയും ആത്മഹത്യ നടക്കാത്തത് മഹാഭാഗ്യം. അതുകൊണ്ട് നീ വചനം കേൾക്കാൻ ഒത്തല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും നിങ്ങൾ തളരരുത്, ഒരു കാരണവശാലും നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. വ്യക്തമാണ്, ആത്മഹത്യ ചെയ്താൽ ആത്മാവ് നിത്യനരകത്തിലേക്ക് പോകും. കാരണം ആത്മഹത്യയുടെ പിന്നിൽ പകയുണ്ട്, ആത്മഹത്യയുടെ പിന്നിൽ ആരോടോ വൈരാഗ്യമുണ്ട്, ആത്മഹത്യയുടെ പിന്നിൽ ആരോടോ പ്രതികാരം ചെയ്യുകയാണ്, ആത്മഹത്യയുടെ പിന്നിൽ അസൂയയുണ്ട്, അല്ലെങ്കിൽ വിദ്വേഷമുണ്ട്, ആത്മഹത്യയുടെ പിന്നിൽ സ്പർദ്ധയുണ്ട്, ആത്മഹത്യയുടെ പിന്നിൽ നിരാശയുണ്ട്. ഇതെല്ലാം പാപങ്ങളാണ്. ആ പാപം വെച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മഹത്യ, നമുക്ക് ദൈവം തന്ന ഈ പ്രാണനെ നശിപ്പിക്കാൻ പാടില്ല, നമുക്ക് അവകാശമില്ല. ദൈവം തന്നതാണ്. ഒരിക്കൽ പോലും ഞാൻ മരിക്കുമെന്നാലും ചിന്തിച്ചു പോകരുത്, എനിക്ക് മരിക്കണമെന്ന് ചിന്തിച്ചു പോകരുത്. എന്ത് കഷ്ടത വന്നാലും ശരി, എന്ത് അസഹ്യമായ രൂക്ഷമായ പ്രശ്നങ്ങൾ വന്നാലും ശരി, മരിക്കണമെന്ന് ചിന്തിച്ചു പോകരുത്, ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചു പോകരുത്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എനിക്ക് ആയുസ് നീട്ടിത്തരണമെന്ന് പ്രാർത്ഥിക്കണം. അതെന്തിനാണ് ആയുസ് നീട്ടിത്തരണം? എന്തിനാണ് ആയുസ് നീട്ടിത്തരുന്നത്? കർത്താവേ, എനിക്ക് വിശുദ്ധിയെ തേക്കണം, എനിക്ക് വേലയെ തേക്കണം, എനിക്ക് നിൻ്റെ സ്തുതി തേക്കണം, വിശുദ്ധിയെ തേക്കണം, ആയുസ് നീട്ടിത്തരണം. കർത്താവേ, എനിക്ക് നിൻ്റെ വേലയെ തേക്കണം, ആയുസ് നീട്ടിത്തരണം. കർത്താവേ, എനിക്ക് നിന്നെ സ്തുതിച്ച് സ്തുതിയെ തേക്കണം, ആയുസ് നീട്ടിത്തരണം, ആയുസ് നീട്ടിത്തരണം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദയവായി കർത്താവ് നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നത് വിശ്വാസത്തോടെ കണ്ടുകൊണ്ട് നിങ്ങൾ പറയണം, കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് ഭയപ്പാട് മാറ്റുന്ന വചനം തരണമേ, എൻ്റെ ഉള്ളത്തിലെ ഭീതി മാറ്റി തരണമേ, ഏതോ കാര്യങ്ങളുള്ളതായ ആശങ്കകളുണ്ട്, അതെല്ലാം മാറ്റിത്തരണമേ, ഏതോ കാര്യങ്ങളുള്ളതായ വിഷമതകൾ എന്നെ അലട്ടുന്നുണ്ട്, അതെല്ലാം മാറ്റിത്തരണമേ, ഏതോ കാര്യത്തിൽ നിരാശകൾ എന്നെ അലട്ടുന്നുണ്ട്, കർത്താവേ, അത് മാറ്റിത്തരണമേ.
കർത്താവേ, നിൻ്റെ ആ വലം കൈ ഇപ്പോൾ എൻ്റെ മേലൊന്ന് വെക്കണമേ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അപ്പോസ്തലനായ യോഹന്നാൻ്റെ മേൽ വെച്ച ആ വലങ്കരം പത്മോസ് ദ്വീപിൽ ഏകാഗിയായിരുന്ന അതിൻ്റെ പ്രിയശിഷ്യൻ്റെ അരികിലേക്ക് വന്ന് അവൻ്റെ മേൽ വെച്ച ആ വലങ്കരം ഇപ്പോൾ ഈ നിസ്സാര ഭാവിയായ എൻ്റെ മേൽ ആ കരം ഒന്ന് വെക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇപ്പോൾ പറയാം, ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എൻ്റെ മേൽ നിൻ്റെ തക്കരം ഒന്ന് വെക്കണമേ, എന്നെ ഒന്ന് തൊടണമേ കർത്താവേ. നീ തൊട്ടാൽ കർത്താവേ ഞാൻ ഭാഗ്യവാനാകും, ഞാൻ ഭാഗ്യവതിയാകും. തൃക്കരം തൊട്ടാൽ എൻ്റെ ദൈവമേ എൻ്റെ സ്വഭാവമാകെ രൂപാന്തരപ്പെടും, ഞാൻ അനുഗ്രഹീതനാകും, ഞാൻ ഭാഗ്യശാലിയാകും. ദൈവത്തിന് സ്തോത്രം. തൃക്കരം എന്നെ തൊടണമേ കർത്താവേ. നിന്നെ തൊട്ടവരെയും നീ തൊട്ടവരെയും കർത്താവേ നീ സൗഖ്യമാക്കിയല്ലോ. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഞാൻ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്നെ തൊടുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. നീ എന്നെ തൊടണമേ, നിന്റെ തൃക്കരം എൻ്റെ മേൽ വയ്ക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ ഭയപ്പാട് മാറ്റണമേ, എന്നെ നിൻ്റെ മകനും നിൻ്റെ മകളും നിൻ്റെ അവകാശമാക്കി തീർക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെയും ഭയപ്പാടുകൾ മാറ്റണമേ, ഭീതി അകറ്റണമേ, ആശങ്കകൾ നീക്കണമേ, ഉത്കണ്ഠാകുലമായ ജീവിതത്തിൻ്റെ വിഷമതകൾ മാറ്റിക്കൊടുക്കണമേ, സമാധാന ജീവിതം നയിക്കുവാൻ ഭാഗ്യം നൽകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.